അടുത്ത സെഷന്റെ പേര് മലയാള സാഹിത്യവും ജെൻസിയുടെ സൃഷ്ടിപരതയും. മലയാള സാഹിത്യവും ജെൻസിയുടെ സൃഷ്ടിപരതയും. ഇവിടെ കുറെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ജെൻസി ആയിട്ടാണ് നമ്മുടെ ശ്രീജ ടീച്ചർ വന്നേക്കണത്. ജെൻസിയെ കുറിച്ച് സംസാരിക്കും. ലുക്കിന് കുറച്ചിട്ടില്ല. അപ്പൊ ജിബിനി ഓരോരുത്തരെ വിളിച്ചോളൂ. നമ്മുടെ മോഡറേറ്റർ ആയിട്ട് നമ്മുടെ ശ്രീജ വിധുവാണ് ഈ സെക്ഷന്റെ മോഡറേറ്റർ. എല്ലാവർക്കും സുപരിചിതയായ ശ്രീജ വിധു ഇപ്പൊ ജെൻസി ലുക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ശ്രീജവിനെ കുറിച്ച് നമുക്ക് അറിയാലോ, കാവിശികയിലെ നേതൃത്വങ്ങളിൽ മുൻനിരയിൽ ഒരാളാണ്. ഒപ്പം കവിയും അധ്യാപികയുമാണ്. ശ്രീജയുടെ പുതിയ പുസ്തകം ഉടൻ തന്നെ വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നമ്മള് ക്ഷണിക്കുന്നത് സുഭാഷ് പോണോളി മാഷാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കവിയും നാടകത്തും സിനിമയിലും ഒക്കെ ധാരാളമായി അഭിനയിച്ചിട്ടുണ്ട്. ഒപ്പം സർവീസിൽ നിന്ന് ഈ അടുത്താണ് റിട്ടയർ ചെയ്തത്. അടുത്ത് നമ്മുടെ പ്രസാദ് കുറ്റിക്കോടാണ്. പ്രാസംഗികനുമായ പ്രസാദ് കുറ്റിക്കോട്. അടുത്ത നമ്മുടെ കാവിശികയിലെ സാന്നിധ്യമായ കവി കൂടിയായ റായ്മ ബിജു ആണ്. റായ്മ ബിജുവിനെയും ഇതിലേക്ക് ക്ഷണിക്കുന്നു. ക്ഷമിക്കണം, പരാതിട്ട് പോയി. നമ്മുടെ കാവിശികയിൽ തന്നെ വാനമ്പാടി എന്ന് വിളിക്കാവുന്ന നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട കവിയും മനോഹരമായി പാടുന്ന നമ്മുടെ അപർണയും BSL അംഗം കൂടിയായ അപർണയും നമ്മൾ ക്ഷണിക്കുന്നു. ക്ഷമിക്കണം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ സെഷന്റെ പേര് മലയാള സാഹിത്യവും ജെൻസിയുടെ സൃഷ്ടിപരതയും എന്നാണ്. ഇന്ന് നമുക്കറിയാം, ജെൻസി, ജെൻസെഡ്, അത് ജെൻസി എന്ന് പറയുന്ന വാക്ക് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. നമ്മുടെ ഈ ഹോളിൽ തന്നെ എനിക്ക് തോന്നുന്നത് ജെൻ എക്സ്, ജെൻ വൈ, ജെൻ സെഡ്, ജെൻ ആൽഫ എല്ലാവരും നിറഞ്ഞ ഒരു ഹോളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു തലമുറകളെ കാറ്റഗറൈസ് ചെയ്തിരിക്കുകയാണ്. 1948 മുതൽ 1964 വരെയുള്ളവരെ സൈലന്റ് ജനറേഷൻ എന്നും, എത്രത്തോളം നമുക്ക് യോജിക്കാനാകുമെന്ന് എനിക്കറിയില്ല, 1964 മുതൽ 80 വരെയുള്ളവരെ ജെൻ എക്സ് എന്നും, 81 മുതൽ 97 വരെയുള്ളവരെ ജെൻ വൈ എന്നും, 97 മുതൽ 2012 വരെയുള്ളവരെ ജെൻ സെഡ് എന്ന ജെൻസി എന്ന് നമ്മൾ പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ ഭൂമിക്കുട്ടിയൊക്കെ, ദർശനയുടെ പേരക്കുട്ടി ഭൂമിക്കുട്ടിയൊക്കെ ജെൻ ആൽഫ എന്ന കാറ്റഗറിയിലാണ് തരംതിരിക്കപ്പെട്ടിട്ടുള്ളത്. ഇതൊരു ചിന്താധാരയുടെ അടിസ്ഥാനത്തിലാണോ എന്നുപോലും എനിക്ക് സംശയം തോന്നാറുണ്ട്. തലമുറകളെ ഇയർ വൈസ് ആയിട്ടാണ് ഈ കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, ഇത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് നേപ്പാളിലെ ജെൻസി കലാപത്തോടു കൂടിയാണ്. നേപ്പാളിൽ അവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധി, തൊഴിലില്ലായ്മ ഇവയൊക്കെ രൂക്ഷമായപ്പോൾ അവിടുത്തെ ജെൻസി കുട്ടികൾ, ഈ കാലയളവിൽ ജനിച്ച കുട്ടികൾ സോഷ്യൽ മീഡിയയിലൂടെ ധാരാളം പോസ്റ്റുകൾ ഗവൺമെന്റിനെതിരെയായി ഇടുകയും ഗവൺമെന്റ് സോഷ്യൽ മീഡിയ മൊത്തം ബാൻ ചെയ്യുകയും ചെയ്തപ്പോൾ ഈ കുട്ടികളെല്ലാം തന്നെ നിരത്തിലിറങ്ങുകയും അവിടെ കലാപം സൃഷ്ടിക്കുകയും ചെയ്യുകയുണ്ടായി. അന്നാണ് ജെൻസി കലാപം എന്നുള്ള വാക്ക് ലോകം കേട്ടത്. അന്നു മുതലാണെന്നാണ് എൻ്റെ അഭിപ്രായം ജെൻസിയെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ ലോകം തുടങ്ങിയതും. 3 ജെൻസി കുട്ടികളുടെ അമ്മയായ ഞാൻ അനുഭവിക്കുന്ന കാര്യത്തിൽ തോന്നിയിട്ടുള്ളത്, എനിക്ക് 3 കുട്ടികളാണ്. 3 പേരും ജെൻസി കാറ്റഗറിയിലാണെന്ന് ഞാൻ ഇതിനു വേണ്ടി വായിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത്. അപ്പൊ ഞാൻ അവരെ കുറിച്ച് ചിന്തിച്ചപ്പോൾ അവർക്ക് എല്ലാം ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ട് കിട്ടണം. കുറെ പറഞ്ഞു കഴിഞ്ഞാൽ പറയും, പാരായണമൊന്നും പറയണ്ട, നിർത്തിക്കോ, അധികമൊന്നും പറയണ്ട എന്നവർ പറയും. അവർക്ക് വളരെ ക്രിസ്പ് ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള സംഭവങ്ങൾ കിട്ടണം. മാത്രമല്ല റിയാലിറ്റിയാണ് അവർ ഫേസ് ചെയ്യുന്നത്. ആ റിയാലിറ്റിയിലൂടെ മാത്രമാണ്
അവർ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചർച്ചയിൽ വരേണ്ടത്. നമ്മുടെ വിഷയം മലയാള സാഹിത്യത്തിൽ ജെൻസിയുടെ സൃഷ്ടിപരത എത്രമാത്രം എന്നുള്ളതാണ്. ആദി, നിമ്ന വിജയ് എന്നീ എഴുത്തുകാരൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അവരുടെ പുസ്തകങ്ങളെല്ലാം ധാരാളം വായിക്കപ്പെട്ടവയാണ്. അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി ഏറെ പതിപ്പുകൾ ഇറങ്ങിയ പുസ്തകമാണെങ്കിൽ പോലും അദ്ദേഹം ജെൻസി കാറ്റഗറിയിലുള്ള ഒരു വ്യക്തിയല്ല. പക്ഷെ എന്നാലും ജെൻസികളെ കയ്യിലെടുക്കാൻ പറ്റിയ എഴുത്തുള്ള ഒരു എഴുത്തുകാരനാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള ചർച്ചയിലേക്കാണ് നിങ്ങളെ ഏവരെയും ക്ഷണിക്കുന്നത്. ആദ്യമായി ഞാൻ സംസാരിക്കുന്നത് എൻ്റെ പ്രിയ കൂട്ടുകാരി, വയനാടിൽ നിന്നും ഏറെ ദൂരം സഞ്ചരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള അധ്യാപിക റാലിമ ബിജുവിനോടാണ്. കഴിഞ്ഞ ദിവസം, അതിന്റെ മുന്നോടിയായി ഞാൻ പറയട്ടെ, കഴിഞ്ഞ ദിവസം TV-യിൽ അതിരടി എന്ന സിനിമയുടെ ഗാനം കേൾക്കുവാൻ ഇടയായി. അപ്പൊ അതിൽ എഴുതി കാണിക്കുന്നുണ്ട് IYKYK എന്നാണ് ധാരാളമായി സ്ക്രീനിൽ കാണുന്നത്. അപ്പോ അതിന്റെ നോക്കിയപ്പോ ഇഫ് യു നോ യു നോ, ഇഫ് യു നോ യു നോ, യു നോ എന്നുള്ളതാണ് അതിന്റെ ഇലാബറേറ്റഡ് ഫോം. അപ്പൊ ഇന്നത്തെ കുട്ടികൾ ഭാഷ തന്നെ മാറ്റിമറിക്കുന്നുണ്ട്. അപ്പൊ ജെൻസി ഭാഷ എങ്ങനെയൊക്കെയാണ്, ജെൻസി ഭാഷയുടെ വ്യത്യസ്തത എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട്. ഇതിനായി റാലിമയുടെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് കഴിഞ്ഞ കാവ്യചിക പരിപാടിയിൽ സച്ചിമാട്ട് നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മലയാള സാഹിത്യം അതിവേഗം മാറ്റങ്ങൾക്ക് വിധേയമാണെന്ന്. ആ മാറ്റങ്ങൾ എല്ലാ കാലത്തും കൊണ്ടുവന്നിരുന്നത് യുവാക്കളായിരുന്നു. ഇന്നത്തെ കാലത്ത് മാറ്റം കൊണ്ടുവന്നതിന് നമ്മൾ ജെൻസി തലമുറ എന്ന് പറയുന്നു. ജെൻസി കുട്ടികളുടെ എഴുത്തുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആ ജെൻസി കുട്ടികളുടെ എഴുത്ത് നമ്മുടെ എഴുത്തിലേക്കും കൂടെ കടന്നു വരുന്നുമുണ്ട്. അവരുടെ എഴുത്തിൽ ടീച്ചർ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇംഗ്ലീഷ് പദങ്ങളുടെ സ്വാധീനം കുറച്ച് കൂടുതലായി കാണുന്നുണ്ട്. ഇംഗ്ലീഷ് പദങ്ങൾ മാത്രമല്ല, ഇതര ലാംഗ്വേജുകളും കടന്നു വരുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അർത്ഥങ്ങൾ വ്യക്തമായി തന്നെ അറിയത്തുണ്ടാവില്ല. ആദ്യം ഐവ എന്നിപ്പോൾ പറഞ്ഞ വാക്ക്, അത് പിന്നീട് വൈബ്, ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിലേക്ക് കടന്നു വന്ന ഒന്നാണ്. അതുപോലെ തന്നെ ടീച്ചർ ഇപ്പോൾ പറഞ്ഞ റാം കെയർ ഓഫ് ആനന്ദി, അതിൽ ഇംഗ്ലീഷ് നമ്മളൊരു കവിത എഴുതുകയോ അല്ലെങ്കിൽ കഥ എഴുതുകയോ ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് വാക്ക് കടന്നു വരുമ്പോൾ നമ്മൾ പറയും അത് മുഴച്ചു നിൽക്കുന്നു, അത് ചേരുന്നില്ല. പക്ഷെ ജെൻസി കുട്ടികൾ എഴുതി കഴിയുമ്പോൾ അതവിടെ മുഴച്ചു നിൽക്കുന്നില്ല, അത് ചേരുക തന്നെയാണ് ചെയ്യുന്നത്. റാം കെയർ ഓഫ് ആനന്ദിയിൽ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ബട്ട് പറയാൻ ധൈര്യമില്ല. അതുപോലെ തന്നെ ഞാൻ ഒരു നോർമൽ പയ്യനാണ്. ഇവിടെയൊക്കെ ഇംഗ്ലീഷ് വരുന്നുണ്ട്, പക്ഷെ നമുക്കത് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മലയാളത്തിനോട് ഇഴുകി ചേർന്നിരിക്കുന്നു. അതുപോലെ തന്നെ ചുരുക്കെഴുത്ത് രൂപങ്ങൾ വളരെ ചുരുങ്ങി ഇവർ വളരെ വേഗം ആശയങ്ങൾ കൈമാറാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരക്ഷരങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ചെറിയ 2-3 വാക്കുകൊണ്ടൊക്കെ ഒരു ഇതിനെ പ്രതിനിധീകരിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ വിഷുപ്പതിപ്പിൽ എഴുതിയ അദ്വൈതിൻ്റെ ഒരു കഥയുണ്ട്, ശബ്ദ താരാവലിയിലെ അരണ. അതിൽ സൗഹൃദത്തിൻ്റെ ഭാഷയിൽ അരണയോട് പറയാണ്, അരണെ നിന്നെ ഞാൻ അണ എന്ന് വിളിച്ചു കൊള്ളട്ടെ എന്ന്. ഇതുവരെ എഴുത്തുകളിലും പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്താണ്, വളരെ ചുരുക്ക രൂപത്തിലേക്ക് മാറുന്നത്. അതുപോലെ തന്നെ കഥയായാലും കവിതയായാലും മൈക്രോ സ്റ്റോറികൾക്കാണ് കൂടുതൽ പ്രാധാന്യം. അതുപോലെ തന്നെ ഹൈക്യൂ കവിതകളും വളരെ ശ്രദ്ധിക്കപ്പെട്ടതാണ് ജെൻസി എഴുത്തുകളിൽ വന്നിരിക്കുന്നത്. പിന്നെ നാടൻ ഭാഷയുടെ സ്വാധീനം നമുക്കിവിടെ ഇരിക്കുന്ന നമ്മുടെ കാവ്യചികയിലെ ഒരുപാട് പേരുടെ എഴുത്തുകൾ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് രാവണി മാഷ്ട ഇഷ്ട കവിതയിൽ വന്ന ശ്രുതിയുടെ മീമുള്ളു എന്ന കവിത, അതുപോലെ തന്നെ ആദിയുടെ പെണ്ണപ്പൻ, ഇതിലൊക്കെ നാടൻ ഭാഷകൾ. ഒരു കാലത്ത് സാഹിത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അച്ചടി ഭാഷയിൽ എഴുതണം, അച്ചടി ഭാഷയിൽ എഴുതിയില്ലെങ്കിൽ സാഹിത്യമല്ലായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അതിന് ബഷീറൊക്കെ അതിനെ കളിയാക്കിയിട്ടുണ്ട്, ബഷീറിൻ്റെ കാലഘട്ടത്തിലൊക്കെ. പക്ഷേ ഇന്നങ്ങനെയല്ല. കൊളോക്കിയൽ ലാംഗ്വേജ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നാടൻ ഭാഷകളെ തിരികെ പിടിക്കുന്നതിന് ജെൻസി തലമുറ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ്. അതുപോലെ തന്നെ റിയലിസ്റ്റിക്കാണ് നമ്മുടെ കുട്ടികളൊക്കെ. റിയലിസ്റ്റിക് എന്ന് പറയുമ്പോൾ നിത്യജീവിതത്തിൽ എന്താണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ സംഭവങ്ങൾ അതുപോലെ തന്നെ അവർ
എഴുത്തുകളിലും കൊണ്ടുവരുന്നു. അത് എന്താണ് കൂടുതൽ വായനക്കാരെ ഉണ്ടാക്കുന്നു. ഇപ്പം മില്യൺ വായനക്കാരോ എന്നൊക്കെ പറയുന്നില്ലേ, അത് ആ റിയലിസ്റ്റിക് ആയി എന്നതിൻ്റെ പ്രത്യേകതയാണ്. അത് എന്താ പറയുക, ഇവരുടെ എഴുത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന പ്രത്യേകതയാണ് സ്വാതന്ത്ര്യം. എന്തിനെക്കുറിച്ചും എഴുതാൻ കഴിയും, ഭാഷയിലെ എല്ലാ മാറ്റത്തെക്കുറിച്ചും എഴുതാൻ കഴിയും. അതുപോലെ തന്നെ സാമൂഹ്യബോധമുള്ളവരാണ്. അതൊക്കെ കൊണ്ട് തന്നെ മലയാളത്തിന്, മലയാള ഭാഷയ്ക്ക് ജൻസി കുട്ടികളുടെ എഴുത്ത് ഒരു പുതിയ വഴി തുറക്കും എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്തത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സുഹൃത്ത് ഷൊർണൂർ കുറ്റിക്കോട് നിവാസിയും കോട്ടയത്ത് ജോലി ചെയ്യുകയും ചെയ്ത പ്രസാദ് കുറ്റിക്കോടിനോടാണ്. എനിക്ക് എൻ്റെ അനുഭവത്തിൽ പറയാനുള്ളത്, എൻ്റെ മകൻ വായിക്കുന്നത് ഞാൻ അധികം കണ്ടിട്ടില്ല. എത്രത്തോളം നമ്മൾ വായിക്കാൻ പ്രേരിപ്പിച്ചാലും വായിക്കുന്നത് കണ്ടിട്ടില്ല. ഒരു 2 വർഷമൊക്കെ മുന്നേ എന്നോട് ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ കുട്ടി പറയാണ്, അന്ന് അവന് 20 വയസ്സൊക്കെ ഉണ്ട്, എനിക്ക് റാം കെയർ ഓഫ് ആനന്ദി ഒന്ന് വാങ്ങിച്ചതേ എന്നാണ് പറഞ്ഞത്. അത്ഭുതം തോന്നിപ്പോയി. അപ്പോൾ ഇത്തരം രചനകൾ കുട്ടികളെ ധാരാളമായി സ്വാധീനിക്കുന്നുണ്ട്. അതിൽ അവരെ പിടിച്ചിരുത്താൻ കഴിയുന്ന ത്രില്ലർ അല്ലെങ്കിൽ സിനിമാറ്റിക് പ്രസന്റേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ജൻസി എഴുത്തുകാർ ആരൊക്കെയാണെന്ന് അറിയാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, ഏതെല്ലാം എഴുത്തുകളാണ്. അപ്പൊ നമുക്ക് പൊതുവെ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ആരൊക്കെയാണ് ജൻസി എഴുത്തുകാർ, അവരുടെ രചനകൾ ഏതൊക്കെയാണ്? എല്ലാവർക്കും നമസ്കാരം. ഈ ജൻസി എഴുത്തുകാർ എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം അവരുടെ കാലഘട്ടം കൊണ്ട് മാത്രമേ അവരെ അടയാളപ്പെടുത്താൻ പറ്റൂ. കാരണം ആ കാലഘട്ടത്തിൽ പെടുന്നവർ പലപ്പോഴും എഴുതുന്നത് ഇന്നത്തെ കഥകളായിരിക്കണമെന്നില്ല. കുറേ പഴയ പ്രമേയങ്ങൾ എഴുതുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ പഴയ കാലഘട്ടത്തിൽ തന്നെ ഏറ്റവും പുതുമയാർന്ന പ്രമേയങ്ങൾ എഴുതുന്ന ആളുകളുമുണ്ട്. അതുകൊണ്ട് സാഹിത്യത്തിൻ്റെ രീതി വെച്ച് നമുക്ക് എത്രത്തോളം അങ്ങനെ അടയാളപ്പെടുത്താം എന്നത് സംശയകരമാണ്. എന്നാൽ അതേസമയം ഈ ഒരു ഏജ് കാറ്റഗറി വെച്ചുകൊണ്ട് നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായി നിൽക്കുന്ന ജൻസി എഴുത്തുകാരിൽ ഒരാളാണ് ഷാഫി പൂവത്തിങ്കൽ. മാതൃഭൂമിയുടെ 2 തവണത്തെ വിശ്വപതിപ്പ് പുരസ്കാരം നേടിയ ഷാഫി. അതുപോലെ ജിൻഷ ഗംഗ, നമ്മുടെ തന്നെ കൂട്ടത്തിലുള്ള ജുനൈദ, മേഘ്ന, അങ്ങനെ നിരവധി പേരുണ്ട്. ഈ അടുത്ത കാലത്ത് ശ്രദ്ധേയായ പുണ്യ സിയാർ, പെണ്ണപ്പൻ, മുടിത്തി തുടങ്ങിയ കവിതാ സമാഹാരങ്ങൾ ചെയ്ത ആദി, ഇങ്ങനെ നിരവധി പേർ. ഇവരുടെ സാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ മറന്നു പോകുന്ന പലതിനെയും വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് ഇവർക്ക് സാഹിത്യം. അത് മിക്കപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നായിരിക്കാം. ഇവരെല്ലാം അധികവും എഴുതിയിട്ടുള്ളത് നമുക്കൊന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാവും, നമ്മൾ കണ്ട, നമ്മൾ അനുഭവിച്ച, നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ഭാഷകളിൽ നിന്നാണ്. ഒരു പ്രാദേശിക ഭേദം ഇപ്പോഴത്തെ കഥകളിലും കവിതകളിലും നമുക്ക് ധാരാളമായി കടന്നു വരുന്നത് കാണാം. വൃത്തനിബിഡമായ കവിതകളിൽ നിന്ന് അതില്ലാത്ത കവിതയുടെ സഞ്ചാര സ്വാതന്ത്ര്യം നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. ആദിയുടെ കവിതകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ശാരീരിക സ്നേഹത്തിൻ്റെ വലിയ വാതായനങ്ങൾ ആ കവിതകൾ തുറന്നു വെക്കുന്നുണ്ട് എന്നതാണ്. ആദി മദനനെയും രമണനെയും ഉദ്ധരിച്ചുകൊണ്ട് ഒരു കവിത എഴുതുന്നുണ്ട്. ആ കവിത ഈ മദനനും രമണനും തമ്മിലുള്ള ശാരീരിക സ്നേഹത്തിൻ്റെ വലിയൊരു കാഴ്ചവട്ടം നമുക്ക് പകർന്നു തരുന്നതാണ്. അതുപോലെ മറ്റൊരു കവിതയിൽ ആദി പറയുന്നത്, ഒരാകാശമെങ്കിലും ഇപ്പോഴും ബാക്കിയുണ്ട്, ഉള്ളിലൊരു ആൺകുട്ടിയുണ്ടെന്ന് കണ്ടെത്തിയ ദിവസം പവാട ധരിച്ച് മരത്തിൽ കയറുന്ന പെൺകുട്ടി ആകാശത്തേക്ക് കുടിയേറി എന്നാണ്. ഒരു ആൺകുട്ടിയുടെ തന്നെ ഉള്ളിൽ മറ്റൊരു പെൺകുട്ടിയും ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ മറ്റൊരു ആൺകുട്ടിയുമുള്ള സ്വഭാവ സവിശേഷത്തെ ആദി ഇവിടെ തുറന്നു കാണിക്കുകയാണ്. അതുപോലെ മറ്റൊരു കവിതയിൽ ആദി പറയുന്നത്, ഈ കഥ എൻ്റേതല്ല, എൻ്റെ കഥയിൽ ഒരിക്കലും കാമുകൻ ഇത്ര വെളുത്തിരിക്കില്ല, അവൻ്റെ ഉടൽ മേലാകെ രാത്രി എന്ന പോലെയാണ്. ആദിയുടെ കവിതകളിലെ പെൺകുട്ടികളുടെ കാമുകന്മാർ നമ്മളെല്ലാം സൗന്ദര്യത്തിന് കൽപ്പിക്കുന്ന രീതിശാസ്ത്രത്തിൻ്റെ ഒന്നും തന്നെ അനുസരിച്ചിട്ടുള്ള ഒരാളായിരിക്കില്ല, രാത്രി പോലെ കറുത്തിരിക്കുന്ന ഒരാളായിരിക്കും. അവിടെ ആദി
കവിതയിലൂടെ വലിയൊരു രാഷ്ട്രീയം നമുക്ക് മുന്നിൽ തുറന്നു വെക്കുന്നുണ്ട്. പ്രണയത്തിന്റെ, ശരീരത്തിന്റെ രാഷ്ട്രീയം. മറ്റൊരു കവിത ജുനൈദിനെ കുറിച്ച് പറഞ്ഞില്ലേ, ജുനൈദിന്റെ ഒരു കവിതയുണ്ട്, ക്യാൻസർ വാർഡ് എന്നാണ് ആ കവിതയുടെ പേര്. നമ്മൾ ഇത്രയും കാലം ക്യാൻസറിനെ ഒരു ഞണ്ടുകളോട് ഉപമിക്കുമ്പോൾ ജുനൈദ് അവിടെ കട്ടുറുമ്പുകളോടാണ് ഉപമിക്കുന്നത്. മനുഷ്യ ശരീരത്തെ ഒരു വീടായും ആ വീട്ടിലേക്ക് കടന്നു വന്ന് ചോരയൂറ്റി കുടിക്കുന്ന കട്ടുറുമ്പായും ജുനൈദ് ക്യാൻസറിനെ വരച്ചു കാണിക്കുന്നു. ആ വരികൾ ഏതാണ്ട് ഇങ്ങനെയാണ്: ചോര കുടിക്കുന്ന കട്ടുറുമ്പുകൾക്ക് ഹൃദയത്തോളം വലുപ്പത്തിൽ വീട് നിവർത്തി ക്യാൻസർ വാർഡിലെ 14-ാം ബെഡിൽ അവൻ നിവർന്നു കിടക്കുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ ഷാഫി 2 തവണ മാതൃഭൂമിയുടെ കഥാപുരസ്കാരം നേടിയിട്ടുള്ള ആളാണ്. ഇപ്രാവശ്യത്തെ കഥ ഷാഫി ഒരിക്കലും കാണാനേ സാധ്യതയില്ലാത്ത ഒരാളാണ് ആ കഥയുടെ നെടുന്തൂണായി വരുന്നത്. ബ്രസീലിയൻ ഇതിഹാസം പെലെ. മരിക്കുന്നതിനും ഷാഫി ജനിക്കുന്നതിനും എത്രയോ മുമ്പ് മരിച്ച ഒരാളാണ് പെലെ. അന്താരാഷ്ട്ര കളി നിർത്തിയ ഒരാളാണ് പെലെ. ആ പെലെയെ കുറിച്ചാണ് ഈ കഥ. അതോടൊപ്പം കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു വിശ്വമാനവിക ദർശനമുണ്ട്. മാനവിക സ്നേഹത്തെക്കുറിച്ച് സദാ ശ്രദ്ധാലുക്കളായിരിക്കുന്ന മനുഷ്യരെ നമുക്ക് കേരളത്തിൽ കാണാം. ആ മാനവിക ദർശനവും ഫുട്ബോൾ എന്ന് പറയുന്ന ഇതിഹാസ കളി കൂടി കൂട്ടിക്കലർത്തിക്കൊണ്ടാണ് ഷാഫി ഇവിടെ കഥ പറയുന്നത്. ആ കഥയിലെ 2 കഥാപാത്രങ്ങളുണ്ട്. ഒരാളുടെ പേര് വേലുക്കുട്ടി എന്നാണ്. ആ വേലുക്കുട്ടി തൻ്റെ മകനൊരു പേരിടുകയാണ്. പേരിടുമ്പോൾ അയാൾ രാമൻ എന്ന കേരളീയ നാമം ഉപയോഗിക്കുന്നതോടൊപ്പം അതിൻ്റെ തൊട്ടു മുമ്പ് ചേർക്കുന്നത് പെലെ എന്ന ഇതിഹാസ കളിക്കാരൻ്റെ പേരാണ്. അങ്ങനെ ഫുട്ബോളിനെയും രാഷ്ട്രീയത്തിനെയും സംസ്കാരത്തിനെയും കൂടി ഒരുമിപ്പിച്ചുകൊണ്ടാണ് ഷാഫി ആ കഥ പറയുന്നത്. അതിനകത്തെ ഒരു ചോദ്യം, പെലെ രാമൻ എന്ന് സ്വന്തം മകന് പേരിടുമ്പോൾ ഈ വേലുക്കുട്ടിയോട് ചോദിക്കുന്ന ചോദ്യം, എന്ത് പൊലം കെട്ട പേരാ മനുഷ്യ എന്നാണ്. അത്രത്തോളം പ്രാദേശികമായി, അത്രത്തോളം ആഴ്ന്നിറങ്ങി ജനങ്ങളുടെ ഏറ്റവും താഴ്ന്ന പരിതസ്ഥിതിയിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടാണ് ആ ചോദ്യം അവിടുന്ന് ഉന്നയിക്കപ്പെടുന്നത്. പിന്നെ ഈ കഥയിൽ ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്. പെര, പന്തളി, കളിപ്രാന്ത്, ഇങ്ങനെ ചില വാക്കുകൾ. ഇത്തരം വാക്കുകളെല്ലാം മനോഹരമായി സമന്വയിപ്പിച്ചുകൊണ്ടുകൂടിയാണ് ഷാഫിയെ പോലെ ഇക്കാലത്തുള്ള എഴുത്തുകാരെല്ലാം കഥകൾ എഴുതുന്നത്. മേഘ്നയുടെ ഒരു കഥയുണ്ട്, എറാട്ട് എന്നാണ് പേര്. കണ്ണൂർ ഭാഗത്ത് നമ്മളുടെ ചർക്കയ്ക്ക് പറയുന്ന ഒരു പേരാണ് എറാട്ട്. കണ്ണൂരുള്ള കുട്ടിയാണ് മേഘ്ന. അവളുടെ അടുത്ത കഥ കണ്ടനാർ കേളൻ എന്നാണ്. ആ കഥ തെയ്യം പശ്ചാത്തലമാക്കിക്കൊണ്ടാണ് കഥ പറയുന്നത്. ഒരു 9 മാസം പലതവണ ജയിലിൽ കഴിഞ്ഞ ഒരാൾ 9ാമത്തെ തവണയും അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അയാൾ ജയിൽ ചാടുന്ന ഒരു കഥയാണ് കണ്ടനാർ കേളൻ. അതിന് പശ്ചാത്തലം ഒരുക്കുന്നത് തെയ്യത്തിൻ്റെതാണ്. കാരണം പത്മ എന്നുള്ളതാണ് അവളുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ യൂസ് ചെയ്യുന്ന പേര്. മേഘ്ന ഈ തെയ്യം പശ്ചാത്തലമായി എടുക്കാനുള്ള കാരണം തെയ്യത്തിൻ്റെ താളബോധങ്ങൾ ആ കഥയിൽ സമന്വയിപ്പിക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ്. കണ്ടനാർ മേലടത്തായപ്പോൾ വാഴുക നീ വളർക നീ കണ്ടനാർ കേള എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കഥ മേഘ്ന അവസാനിപ്പിക്കുന്നത്. മലയാളത്തിലെ ശ്രദ്ധേയരായി നിൽക്കുന്ന ഏതാനും ജൻസി തലമുറയിൽപ്പെട്ട എഴുത്തുകാരെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. അവരുടെ പ്രധാനപ്പെട്ട ചില രചനകളും. നന്ദി പ്രസാദേ. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു കുട്ടികളുടെ ക്യാമ്പ് നടത്തിയപ്പോൾ അപ്പോൾ ജെൻ ആൽഫ കുട്ടികൾക്കായിരിക്കും കൂടുതലായിട്ട് അവിടെ ഉണ്ടാവുക. അപ്പോൾ ഒരു ചിത്രരചന കൊടുത്തപ്പോൾ ഒരു മൈതാനത്തിന്റെ ചിത്രം വരച്ചിട്ട് ഒരു കുട്ടി തലക്കെട്ട് കൊടുത്തത് സ്നേഹമൈതാനം എന്നാണ്. സ്നേഹമൈതാനം. നമ്മൾ ഒരിക്കലും മൈതാനത്തിന് സ്നേഹമൈതാനം എന്നുള്ള വാക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടത്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു എന്തുകൊണ്ടാന്ന് ചോദിച്ചപ്പോൾ അവര് അതിന്റെ വിശദീകരിക്കുകയാണ്. ആ മൈതാനത്തിൽ കളിക്കുമ്പോൾ ഞങ്ങൾക്ക് തമ്മിൽ ഒരു വഴക്കില്ല, ഞങ്ങൾ സ്നേഹം മാത്രമുള്ള വേറൊരു ചിന്തയില്ല. അപ്പൊ അതുപോലെ അവര് ചിന്തിക്കുന്ന വാക്കുകൾക്കൊക്കെ വളരെ വ്യത്യസ്തതയുണ്ട്. പ്രസാദ് പറഞ്ഞതിൽ
കുറേ കാര്യങ്ങൾ നമുക്ക് പുതുമയാർന്നതാണെന്ന് തോന്നുന്നു. അടുത്തതായിട്ട് ചോദിക്കാനുള്ളത് അപർണയോടാണ്. ജൻസി തീമുകൾ, അവരെടുക്കുന്ന തീമുകൾക്ക് വളരെ വ്യത്യസ്തതയുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ 5 പേരും കൂടി ചർച്ച ചെയ്തപ്പോൾ പ്രസാദ് മുന്നോട്ട് വെച്ചൊരു ആശയം, പുണ്യ സിയാറിന്റെ ഒരു കഥയിൽ ബ്രേക്കപ്പ് പാർട്ടി, നമ്മൾ കേട്ടിട്ടില്ലല്ലോ, ബ്രേക്കപ്പ് പാർട്ടി എന്നുള്ള ഒരു വാക്ക് കേട്ടില്ല. ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കാലത്ത് വളരെ ദുഃഖമാണ്. ബ്രേക്കപ്പ് എന്നുള്ള വാക്ക് തന്നെ ഇല്ല, പിന്നെ ബ്രേക്കപ്പ് പാർട്ടി എന്നുള്ള വാക്ക് ഒരിക്കലും കേട്ടുള്ളൂ. അപ്പൊ അതുപോലെ അവരുടെ തീമുകൾക്ക് വളരെ വ്യത്യസ്തതയാർന്ന തീമുകളാണ് ആ കുട്ടികൾ കൊണ്ടുവരാറുള്ളത് എന്നാണ് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിൽ ജൻസി തലമുറയിൽപ്പെട്ടവരുടെ അവർ സെലക്ട് ചെയ്യുന്ന തീമുകളുടെ വൈവിധ്യത എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് ആ പറഞ്ഞോട് ചോദിക്കാൻ. എല്ലാവർക്കും നമസ്കാരം. ജൻസി കുട്ടികളുടെ തീമുകളുടെ വൈവിധ്യത, അതാണ് ടീച്ചർ ഇപ്പോൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യം. ശരിക്കും ജൻസി അല്ലാത്ത ഒരു ആള്, ജൻസിയുടെ ഇപ്പൊ തീം എന്ന് പറയുമ്പോൾ നമ്മൾ എഴുത്തുകാരുടെ മനസ്സിൽ എന്ത് എഴുതണം അല്ലെങ്കിൽ എന്തിനെ കുറിച്ച് എഴുതണം എന്നുള്ള ഒരു തോട്ടാണല്ലോ തീമായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മിക്കവാറും ഇതിൽ ജൻസി ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടാവും. ജുനൈദും വൈഫും തിയോ മാഷ് ചെങ്ങമനാട് മാഷും ഉണ്ട്, ബാക്കി ആരും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ഞാൻ പറയുമ്പോൾ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് കുറവുണ്ട്. കാരണം ഞാനിത് പറയുന്നു അത്തരം തീമുകളാണ്, നമുക്ക് ഒരുപാട് റെഫറൻസസ് ഒന്നുമില്ല. ഇപ്പോൾ ജൻസി ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് റെഫറൻസസോ ഒന്നുമില്ല. സോഷ്യൽ മീഡിയയിലുള്ള അവരുടെ എഴുത്തുകൾ, ഇൻസ്റ്റാ റീൽസ് അങ്ങനെയുള്ള കാര്യങ്ങളെ മാത്രം റെഫർ ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം ആണോ എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് അല്ല എന്നുള്ളതാണ്. അവരുടെ തീമിനെ കുറിച്ച് നമുക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളാണ് അവർക്കൊരു ജൻസി എന്നുള്ള ഒരു ലേബൽ കൊടുത്തത്. ഇന്ന വർഷം തുടങ്ങി ഇന്ന വർഷം വരെ ചിന്തിച്ചിട്ടുള്ള നിങ്ങളെ ജൻസി എന്ന് നമ്മളാണ് വിളിച്ചിട്ടുള്ളത്. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മളിൽ നിന്ന് വ്യത്യസ്തരൊന്നും ഭാവനയുടെ കാര്യത്തിൽ അവർ വ്യത്യസ്തരാവുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം മനുഷ്യനെ സംബന്ധിക്കുന്ന ഏത് വിഷയവും അവർക്ക് അവരുടെ എഴുത്തിൽ വിഷയമായി വരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക വിഷയത്തിൽ അവർ അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതുവരെ ഇല്ലാത്ത വിഷയങ്ങളിലേക്ക് അവർ കടന്നു ചെല്ലുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ബൗണ്ടറീസിനെ അവർ കെയർ ചെയ്യുന്നില്ല. ഒരു ബൗണ്ടറിയിൽ നിന്നുകൊണ്ട് അവർ എഴുതാൻ ശ്രമിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇപ്പം ടീച്ചർ നേരത്തെ പറഞ്ഞു പുണ്യയുടെ ബ്രേക്കപ്പ് പാർട്ടി ജൻസിക്ക് മാത്രം തോന്നുന്ന ഒരു കാര്യം അല്ല അത്. കാരണം കാവ്യശിഖയിലൊരു എനിക്ക് തോന്നുന്നു ഏകദേശം ഇപ്പോൾ ഒരു 1 year ആവാറായിട്ടുണ്ടാവും. ഞാനൊരു കവിത എഴുതിയിട്ടിരുന്നു, ചിത്രം എന്നാണ് കവിതയുടെ പേര്. ഈ ബ്രേക്കപ്പ് തീമായിരുന്നു അത്. ബ്രേക്കപ്പ് ആയിട്ട് കാമുകനോട് ആ സമയത്ത് അവൾക്ക് തോന്നുന്ന ഒരു വിചാരം, അവര് ബിയർ ഷെയർ ചെയ്തിട്ടാണ് അവർ ബ്രേക്കപ്പ് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതൊന്നും എനിക്ക് തോന്നുന്ന ഒരു ജനറേഷന് തോന്നുന്ന അല്ലെങ്കിൽ ജനറേഷൻ അവരാ ഒരു ജനറേഷൻ ആയതുകൊണ്ടല്ല, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം അതാണ് എല്ലാവരിലും ഒരു വിഷയത്തെ ഉരുത്തിരിക്കുന്ന എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ജൻസി അല്ലാത്ത എനിക്ക് തോന്നിയ ഒരേ ആശയം പുണ്യയ്ക്കും തോന്നിയെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നത് അത് ഈ കാലഘട്ടത്തിൽ വരുന്ന മാറ്റങ്ങളെ അനുസൃതമാക്കിക്കൊണ്ട് എഴുതുന്നതാണ്. ഈ അടുത്ത് നടന്ന മാതൃഭൂമി വിഷുപ്പതിപ്പിൽ വന്ന സമ്മാനാർഹമായ കുറച്ച് കൃതികൾ, കവിതയായാലും കഥയായാലും ഞാൻ വായിക്കാൻ ഇടയായി. അപ്പൊ അതിൽ കണ്ടുവരുന്നത് ഇപ്പോൾ ജൻസി ഇങ്ങനെ എഴുതൂ എന്നുള്ള ഒരു കാര്യമല്ല. അവർ എല്ലാത്തിനെയും കുറിച്ച് എഴുതുന്നുണ്ട്. വെള്ളപ്പൊക്കത്തെ കുറിച്ച് എഴുതുന്നുണ്ട്, ഫുട്ബോളിനെ കുറിച്ച് എഴുതുന്നുണ്ട്. അവരുടെ ഭാഷയും അങ്ങനെ തന്നെയാണ്. അതായത് ഈ പറയണ മംഗ്ലീഷോ അങ്ങനെയൊന്നുമല്ല. അപ്പൊ മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മളെ സ്വാധീനിക്കുന്നത് എന്താണോ, നമ്മൾ എന്തിനെ കുറിച്ച് ആകുലപ്പെടണം, നമ്മൾ എന്തിനെ കുറിച്ച് സംസാരിക്കണം, നമ്മൾ എന്തിനെ കുറിച്ച് കലഹിക്കണം എന്ന് വ്യക്തമായ ധാരണയുള്ള കുട്ടികളാണ് ജൻസി കുട്ടികൾ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ
അവരുടെ വിഷയങ്ങൾ അതിപ്പം ഈ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ കൂടി അവർ പഴയ കാലഘട്ടത്തെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് വിഷയങ്ങളിലൂടെ അവരത് പറഞ്ഞു പോകുന്നു എന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ നമ്മൾ പുസ്തകങ്ങളിലൂടെ അല്ലാതെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അങ്ങനെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള അവരുടെ എഴുത്ത് നോക്കുമ്പം മിക്കവാറും എല്ലാവരും പറയാറുണ്ട് ഒരു 2 മിനിറ്റ് ദൈർഘ്യമുള്ള എഴുത്തിനോട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോടാണ്, റീലുകളോടാണ് പ്രിയം. അത് അത്തരത്തിലുള്ള എഴുത്തുകളും ഉണ്ട്, ഇല്ല എന്നില്ല. ആഴമില്ലാത്ത പരപ്പുള്ള എഴുത്തുകളും വിഷയങ്ങളും ഉണ്ട്. എങ്കിൽ കൂടി എല്ലാ കാലഘട്ടത്തിലും ഉള്ളതുപോലെ തന്നെ സീരിയസ് ആയിട്ട് ചിന്തിക്കാനും സീരിയസ് ആയിട്ട് എഴുതാനും കഴിയുന്ന ആളുകൾ എല്ലാ ജനറേഷനിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു വിഷയത്തിനൊരു ലിമിറ്റും ഇല്ല, ബൗണ്ടറി ഇല്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപർണ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് യോജിക്കേണ്ടി വരും. എന്താ വെച്ചാൽ വിമീഷ് മണിയൂർ ഒരിക്കലും കാറ്റഗറി വൈസിൽ ജെൻസി അല്ല, പക്ഷെ ജെൻസി ഒരു ചിന്താധാരയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വിമീഷ് മണിയൂരിൻ്റെ ക്യാപ്ച എന്ന കവിത, അതിൻ്റെ എഴുത്ത് അവതരണം നമുക്ക് കേട്ടാൽ അറിയാം അതൊരു പുതിയ തലമുറയുടെ എഴുത്താണ്. അതുപോലെ തന്നെ നമ്മുടെ വേടൻ്റെ റാപ്പ് ഗാനങ്ങൾ തുറന്നടിച്ചുകൊണ്ടുള്ള രചനകൾ, ഇത് ജെൻസി കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പക്ഷെ വേടൻ കാറ്റഗറി വൈസ് ജെൻസി അല്ല. അപ്പൊ ഇതൊരു ചിന്താധാരയായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുക എന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അടുത്തതായിട്ട് സുഭാഷ് മാഷോടാണ്. സുഭാഷ് പൊന്നോളി മാഷ് നമുക്ക് എല്ലാവർക്കും അറിയാം, കാവിശിക്കയിൽ വളരെ സജീവമായിട്ടുള്ള വ്യക്തിയാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്ത് സുഭാഷ് പൊന്നോളി മാഷോട് ചോദിക്കാനുള്ളത്, നമുക്ക് ജെൻസി രീതിയിൽ എഴുതണമെങ്കിൽ അവരുടെ വായനാ ശൈലി എങ്ങനെയാണെന്ന് കൂടി നമുക്ക് തിരിച്ചറിയണമല്ലോ. അവർ വായിക്കുന്നത്, അവർ വായിക്കാൻ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ അവർ വായിക്കുന്ന ശൈലി, രീതി, ഇതൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. സുഭാഷ് പൊന്നോളി മാഷിനെ അതിനായി ക്ഷണിക്കാം. എല്ലാവർക്കും നമസ്കാരം. ജെൻസി എന്ന് പറഞ്ഞ ആ ഒരു വിഭാഗം ജനിക്കുന്നത് തന്നെ ഡിജിറ്റൽ കാലഘട്ടത്തിലാണ്. നിങ്ങൾ അവരൊരു മൊബൈല് ഇരുന്ന് ഉപയോഗിക്കുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ എത്രയോ ഇരട്ടി ബുദ്ധിപരമായും മാനസികമായും അവർ വളർന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും. അവരാ സാധനം ആ നേരം 4 പേരോടെങ്കിലും ഒരുമിച്ച് ചാറ്റ് ചെയ്യുന്നുണ്ടാവും. ഏറ്റവും നിങ്ങൾ എൻ്റെ മകന് ജെൻസി വിവാഹത്തിൽപ്പെട്ടില്ല, പെങ്ങളുടെ മകൻ ജെൻസി വിവാഹത്തിൽപ്പെട്ടതാണ്. ഇപ്പം നമ്മളവർ വളരെ ബുദ്ധിയുണ്ട്. നമ്മളോട് ഇപ്പോൾ കൊച്ചിയിൽ പോയിട്ട് ഒരു കാര്യം നടത്തി വരാൻ പറഞ്ഞാൽ അവിടെ പോയിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും നടത്തി. ഇപ്പം നമ്മൾ ഈ ജെൻസി വിഭാഗത്തിൽപ്പെട്ട ഒരാളെ നമ്മൾ കൊച്ചിയിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അവർ അവിടെ പോയി, നീ അവിടെ എത്തി മാത്രം. പിന്നെ ഒരു ഇമോജി, ആ ഇമോജിയിൽ 100 കണക്കിന് അർത്ഥങ്ങളുണ്ടായിരിക്കും. അത് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. എന്നുവെച്ചാൽ അവർ ഏറ്റവും ഷോർട്ടസ്റ്റ് വേലായിരിക്കും ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ വേറൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ സർഗ പ്രതിഭകളായിട്ടുള്ള മനുഷ്യരുണ്ടാകുന്ന വാൽമീകിയുടെ കാലത്ത് അദ്ദേഹം ഒരുപാട് വായിച്ചിട്ടോ പഠിച്ചിട്ടോ ഒന്നുമില്ല. അദ്ദേഹത്തിന് സർഗാത്മകമായ ഒരു കഴിവ്, അത് ആര് നൽകി എങ്ങനെ നൽകി എന്നുള്ളതൊന്നും അറിയില്ല. പിന്നെ വായനയിൽക്കൂടെ എഴുത്തിക്കൂടെയൊക്കെ ഈ അക്ഷരങ്ങളും വാക്കുകളും ഒക്കെ കണ്ടുപിടിച്ചതിന് ശേഷം വളർന്നു വന്നിട്ടുള്ള ബഹുജനങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള എഴുത്തുകൾ, ഇത്തരം കാര്യങ്ങളെ വെച്ച് അവലോകനം ചെയ്യുമ്പോൾ ഇവര് അതിയായ പരിധിയില്ലാത്ത സ്വാതന്ത്ര്യത്തെ ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പൊ നമുക്കറിയാം പല കുട്ടികളും യൂറോപ്പിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിലുള്ള ഒരു 30 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കൊക്കെ ഈ ജെൻസി വിഭാഗം എന്ന് പറയുമ്പോൾ നമുക്കൊരു സംശയത്തോടു കൂടി ഇവരെ കാണുള്ളൂ. ഇവര് ആൺകുട്ടികളും പെൺകുട്ടികളും അങ്ങോട്ട് കഴുത്തിൽ കൈയിട്ട് നടക്കുന്നു. നമ്മളെ കാലത്ത് അങ്ങനെ നടക്കാറില്ല. അപ്പൊ നമ്മളെ കാലത്ത് അതൊരു തെറ്റായിട്ടാണ് കണ്ടിരുന്നത്. ഇപ്പൊ അവരെ ഒരു തെറ്റായിട്ട് കാണുന്നില്ല. അപ്പൊ യൂറോപ്പിൽ ഇതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും, ഇവർക്ക് ഒരാളോട് മിണ്ടാൻ പറ്റില്ല, പറയാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം ജീവിതങ്ങളിൽ നിന്ന് ഇവര് സ്വാംശീകരിക്കുന്ന ഈ
സ്വാതന്ത്ര്യം എന്ന മൂല്യത്തെ കുറിച്ച് വളരെ ഇതാണ്. അതുകൊണ്ടാണ് അവര് നമ്മളെക്കാള് 100 കൊല്ലം മുന്നിട്ട് ചിന്തിക്കും. നമുക്ക് അവരുടെ അടുത്ത് ഒരു കാര്യം പോയി തള്ളാൻ പറ്റില്ല കേട്ടാ. ഞാൻ അവിടെ ഇതുണ്ട് എന്നൊക്കെ പഴയ കാലത്ത് നമ്മൾ പറയില്ലേ, ഒരു 10 ലക്ഷം രൂപയുടെ ഒരു വാച്ച് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊരാൾ വിശ്വസിക്കില്ല. ഇന്നെങ്ങനെയാണ്? ഇന്നിപ്പോൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പം അത് മറ്റേ അടിച്ചു നോക്കി കഴിഞ്ഞാൽ അവർക്കറിയാം. നമുക്കൊരു നുണ പറയാൻ പറ്റില്ല. എൻ്റെ കാലത്ത് അങ്ങനെയായിരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ആ സത്യത്തിന് അധിഷ്ഠിതമായിട്ട് കുട്ടികൾ, വളരെ നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികൾ മുന്നോട്ട് പോകുന്നുണ്ട്. ആ മുന്നോട്ട് പോകുന്നതിനെ തടസ്സപ്പെടുത്തുന്നത് നമ്മളെ പോലുള്ള ആൾക്കാരാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ പലതരത്തിലുള്ള ബാരിയറുകളും ഇവരുടെ മുന്നിൽ കൊണ്ട് തടസ്സങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഇവരുടെ സ്വതന്ത്ര ദാഹത്തിന് വിഘ്നം സംഭവിക്കുന്നുണ്ട്. അത് അവരുടെ എഴുത്തുകളിൽ ഇനി നമ്മൾ കാണാനിരിക്കുന്ന ഒരു എഴുത്ത്, ഇപ്പൊ നമ്മളൊരു 10-15 കൊല്ലം കഴിയുമ്പോഴൊക്കെ ആയിരിക്കും ഈ എഴുത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു രൂപവും അതിനെ പറ്റിയിട്ടുള്ള പഠനങ്ങളൊക്കെ പുറത്തു വരാം, പുതിയ കുട്ടികളുടെ പഠനം. പക്ഷെ നമുക്ക് നോക്കുമ്പോൾ ലൈബ്രറിയിലെ പുസ്തകം ഇവർ എടുക്കുന്നില്ല. ഇവർ കൂടുതൽ വായിക്കാൻ, ദീർഘമായിട്ടുള്ള വായനയോട് ഇവർക്ക് കൂടുതൽ താല്പര്യമില്ല. ഡിജിറ്റൽ വായനയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ എഴുത്തുകാരുടെയും എഴുത്തുകളും കാര്യങ്ങളൊക്കെ ഡിജിറ്റലൈസ് ചെയ്യുന്ന, നിങ്ങളുടെ തന്നെ എഴുത്ത്, ഇപ്പൊ നമ്മുടെ തന്നെ എഴുത്തുകൾ ഡിജിറ്റലൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇപ്പൊ ദിനമാഷ് കുട്ടികൾക്ക് വേണ്ടി കവിത എഴുതുന്ന ആളുകൾ, ആ കവിത എഴുതുന്ന ആ കുട്ടികളുടെ മനസ്സ് വ്യക്തമായിട്ട് അറിയാം, അദ്ദേഹത്തിന് അറിയാം. ആ എഴുത്തിനെ കുട്ടികൾ കണ്ടെത്തുന്നില്ല, അല്ലെങ്കിൽ കുറെ കുട്ടികൾ അതിനെ മിസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കുട്ടികളിൽ എത്തിക്കേണ്ടത് നമ്മളുടെ മാതാപിതാക്കളുടെ കടമയാണ്. എങ്കിൽ മാത്രമേ ഈ വായനയുടെ ഒരു ഗുണം കൂടി അവർക്ക് അറിയുള്ളൂ. അവർ ഭയങ്കര ബുദ്ധിപരമായിട്ടും എല്ലാം നമ്മളെക്കാളും ഒരുപാട് മുന്നിലുള്ള കുട്ടികളാണ്. ഇപ്പം രാവുണ്ണി മാഷിന്റെ കൊച്ചു മക്കളുണ്ട്. അവര് അവിടെ വരുമ്പോൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ആ ചെറിയ മോനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ബുദ്ധിപരമായിട്ടുള്ള വർത്തമാനങ്ങളാണ് അവർ പറയാ. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അവര് കണ്ടറിയുന്നുണ്ട്. അത് അവരുടെ എഴുത്തിലും അവരുടെ പ്രവൃത്തികളിലും ഒക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ കുട്ടികളെ പുസ്തകങ്ങളിലേക്ക് അടുപ്പിച്ച് കൂടുതൽ വിജ്ഞാനപ്രദമായ കാര്യങ്ങളിലേക്ക് നമുക്ക് അവരെ എത്തിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവരുടെ പിന്നെ വേടൻ എന്ന് പറഞ്ഞ മേഡം പറഞ്ഞ പോലെ വേടൻ എഴുത്തിൽ നിങ്ങൾ അവിടെ കൂടുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒക്കെ ഒരു 25 വയസ്സ് 22 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് 99% ആൾക്കാർ അവിടെ എത്തുന്നത്. അവരെന്തുകൊണ്ടാണ് അങ്ങനെയുള്ള സംഭവങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? അവർ ആഘോഷങ്ങളെ ഇഷ്ടപ്പെടുന്നു. ഇപ്പൊ നിങ്ങൾ പോയിട്ട് ഉത്സവത്തിന്റെ ഒരു അമ്പലത്തിലോ പള്ളിയിലോ ഒരു ഉത്സവത്തിന്റെ ഒരു ഇത് പോകുമ്പോൾ നോക്കിയോ ഒക്കെ ഒരു 20-22 വയസ്സുള്ള കുട്ടികളാണ്. ആ ആഘോഷം അവർക്ക് ജീവിതം ആഘോഷമാണ്. ആ ആഘോഷത്തിന് തടസ്സമായി നിൽക്കുന്നതൊന്നും അവര്, അതുകൊണ്ടാണ് അവർ സ്വാതന്ത്ര്യം തേടി വിദ്യാഭ്യാസത്തിന്റെ പേരിലായാലും എന്തിന്റെ പേരിലായാലും അവർ പുറത്തു പോകുന്നത്. അതിനെ പിടിച്ചു നിർത്തണമെങ്കിൽ എല്ലാവരും തന്നെ ശ്രമിക്കണം. നമ്മുടെ നാട്ടിൽ തന്നെ ഇവർ വളരണമെങ്കിൽ എല്ലാ രീതിയിലുള്ള സ്വാതന്ത്ര്യത്തോടു കൂടി ഇവരെ തുറന്നുവിടാനായിട്ട് നമുക്ക് കഴിയണം. അപ്പൊ എന്ത് സ്വാതന്ത്ര്യം ചെയ്യാനല്ല, ആ പരിമിതിയും ജനാധിപത്യത്തിന്റെ അവസരങ്ങളെയും കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കുകയും ചെയ്യണം. അങ്ങനെയുള്ള കുട്ടികളെ എഴുതി വരുന്ന ഇപ്പൊ മാതൃഭൂമി എന്ന വാരിക ഇപ്പൊ പുതിയ ജൻസി വിഭാഗത്തിൽപ്പെട്ട പുതിയ സമയമായിട്ടുണ്ട്. അപ്പൊ ഞാൻ നിർത്താണ്. അപ്പൊ എല്ലാവർക്കും എന്റെ സ്നേഹാഭിവാദ്യം. അപ്പൊ പറഞ്ഞ അത് മാതൃഭൂമിയിലെ വാരിക വ്യക്തമായിട്ട് പുതിയ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ജൻസി വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് കവികളെ പരിചയപ്പെടുത്തി വരുന്നുണ്ട്. അതുപോലെ എല്ലാ മേഖലകളിലും അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ജൻസികൾക്ക് വേണ്ടി എഴുതാനും വീട്ടിലുള്ള മക്കളെ ഭാഷയിൽ അടിസ്ഥാനത്തിൽ നല്ല എഴുത്തിലേക്ക് കൊണ്ടുവരാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സുഭാഷ് മാഷ് വളരെ വ്യക്തമായി ഈ വിഷയത്തിൽ സംസാരിച്ചു. ഞങ്ങളുടെ സമയം 11:55 വരെയാണ്. നമ്മൾ കൃത്യം പ്ലാൻഡാണ്. 11:50 ഓഡിയൻസിന് സംസാരിക്കാനുള്ള അവസരം നൽകണമെന്നുള്ള കൃത്യം പ്ലാനിങ്ങിൽ തന്നെയാണ് ഈ സെഷൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ പാനലിനോട് ധാരാളം സംശയം ഉണ്ടാകാവുന്ന ഒരു സെഷനാണ്.
എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഈ സെഷനോട് ചോദിക്കാം. ഈ പാനലിസ്റ്റിനോട് ആരോട് വേണമെങ്കിലും ചോദിക്കാവുന്നതാണ്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ 5 മിനിറ്റ് സമയം നൽകുന്നത്. വാഴ 2 എന്നുള്ളത് സിനിമ ഇപ്പം ഭയങ്കര പോപ്പുലറായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനത് കണ്ടു. പക്ഷേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു ഷോക്കായിരുന്നു. കാരണം സിനിമയുടെ തീം കൊള്ളാം, പക്ഷേ അതിൻ്റെ ഭാഷ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. നമ്മുടെ കുട്ടികൾ എനിക്ക് അന്നേരം ഉണ്ടായ ഒരു വികാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ കുട്ടികളെ വളരെ നിഷ്കളങ്കരായിട്ട് വീട്ടിൽ വളർത്തുന്നു. നമ്മൾ അശ്ലീലം എന്നല്ല പറയുന്ന, സഭ്യമല്ലാത്ത ഒരു വാക്ക് പോലും നമ്മുടെ കുട്ടികളുടെ വായിൽ നിന്ന് വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ ഒരു ട്രഡീഷണൽ വേയിൽ ഒരു സിനിമ നമ്മൾ ടി വിയിൽ കാണുമ്പോൾ ഒത്തിരി മ്യൂട്ടിങ് വരാറുണ്ട്. അവിടെ ഒരു സഭ്യമല്ലാത്ത ഒരു വാക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത്, സിനിമയുടെ ഒരു പകുതിയിലേറെ ഭാഗം മ്യൂട്ട് ചെയ്യപ്പെടേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ പഴയ ആളാണ്, പക്ഷേ കുട്ടികൾക്ക് അത് നോർമൽ ഭാഷയാണ്. അപ്പോൾ ഞാനും എൻ്റെ മോനും കൂടെയാണ്, അവന് 14 വയസ്സ്. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് മൂവി കാണാൻ പോയത്. അവൻ നിർബന്ധിച്ചിട്ട് അവനിവിടെ ഇരുന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. അവന് ഭയങ്കര ആനന്ദത്തിലാണ് അവൻ അർമാദിച്ചാണ് സിനിമ കാണുന്നത്. പക്ഷേ അതിൻ്റെ ഭാഷ എന്നെ ഞെട്ടിച്ച് കിടന്നു. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആരോട് എന്ന് ചോദിക്കാം. സിൽവി മൈക്കിളാണ് സംസാരിച്ചത്. ചോദ്യം ചോദിക്കുന്നവർ ചെറുതായിട്ട് പേരൊന്ന് പറഞ്ഞ് വളരെ ചെറുതായിട്ട് ചോദിച്ച ഉപകാരമുണ്ട്. ആരോടൊന്നും ചോദിക്കാത്തതുകൊണ്ട് മോഡറേറ്ററായ ഞാൻ തന്നെ എനിക്ക് വെമ്പിപ്പോയി ഇതിൻ്റെ ഉത്തരം പറയാനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാവശ്യം കലോത്സവം നടന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ കലോത്സവം നടക്കുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അവർ തൃശ്ശൂർ വന്നപ്പോൾ പൂക്കി മന്ത്രി എന്നൊരു വാക്ക് കുട്ടികൾ അഭിസംബോധന ചെയ്യുന്നത് നമ്മൾ കേട്ടു. നമ്മുടെ കാലഘട്ടത്തിൽ ഈ വാക്ക് ശ്ലീലം എന്നുള്ളത് പറയാൻ പാടില്ലെങ്കിൽ കൂടി നമ്മൾ അത് കേട്ടിട്ടുണ്ടോ? പക്ഷേ അതവർ വളരെ സ്നേഹത്തോടു കൂടി വിളിക്കുന്നതാണ്. അപ്പോൾ ആ ജനറേഷനോട്, ആ ചിന്താധാരയോട് നമുക്ക് ചേർന്ന് നിൽക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മളത് ഉൾക്കൊള്ളാൻ തയ്യാറായേ പറ്റൂ. ഫേസ്ബുക്ക്, ഇൻസ്റ്റ തമ്മിൽ ഉള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. മുഖപുസ്തകത്തിൽ നമ്മൾ ആരോ എഴുതിയതും നമ്മൾ എഴുതിയതും ആർക്കോ വേണ്ടി എഴുതിയതും എല്ലാം വാരി വെച്ച് വിളമ്പും. എന്നിട്ട് മതിയും കൊതിയും സംതൃപ്തി നമുക്ക് വരും. ഞാനടക്കം സ്വയം വിമർശനാത്മകമായിട്ടാണ് ഞാൻ പറയുന്നത്. അന്നേരം ഇൻസ്റ്റയിൽ നോക്കണം, ആവശ്യത്തിനുള്ളത് വിളമ്പും, അടുത്തത് മടുപ്പ് വന്ന് അവർ അത് ഉപേക്ഷിക്കും. അപ്പൊ അവരുടെ വാക്കുകളിലും ചിന്തകളിലും ഒക്കെ വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് കൂടി ഒന്ന് ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നുള്ളൊരു ചിന്തയാണ് എനിക്കുള്ളത്. പ്രത്യേകിച്ച് ഞാൻ ഈ വാക്കെടുത്ത് പറയാൻ കാരണം, ഞാൻ മന്ത്രിയോട് ഈ വാക്ക് പറയാനായിട്ടപ്പോൾ ഞാൻ വളരെ ആദ്യം വെച്ചു എന്താ അത് മന്ത്രിയോട് ഇങ്ങനെ പറയണേന്ന്. പിന്നെ അതിനെപ്പറ്റി നോക്കിയപ്പോൾ വളരെ നല്ല വാക്കാണ് ഇപ്പോൾ അത്. അപ്പോൾ ഇത്തരത്തിൽ വാക്കുകളുടെ അർത്ഥം കൂടി മാറുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ കൂട്ടിച്ചേർക്കാനുള്ളത്. ഇനി ആർക്കെങ്കിലും വളരെ ചെറിയ ചോദ്യമാണ്. എല്ലാവരും ഞാൻ ചോദിക്കുമ്പോൾ പരിഹസിക്കരുത്. കാരണം ഈ ജെയ്സിയെ കുറിച്ച് ഇപ്പോൾ ഞാൻ കേട്ടതാണ്. എല്ലാം നമ്മൾ ഒരു കാര്യത്തിൽ ഇങ്ങനെ ഒഴുകി പോകുന്നത് കൊണ്ട് ഞാനത് അത്ര ശ്രദ്ധിച്ചില്ല. അപ്പോൾ ആ ഡെഫിനിഷൻ, അതിൻ്റെ നിർവചനം ഈ ജെയ്സിയെ കുറിച്ചൊന്ന് ചുരുക്കി ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തരുമോ? എൻ്റെ ചിന്തകൾ ചില സമയത്ത് മാറിപ്പോയി. ഈ ഡെഫിനിഷൻ പോലെ ഒരു നിർവചനം പോലെ ഒരു ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരൂ എന്താണെന്ന്. ജെൻസി എന്ന് പറയുന്നത്, ഇതിപ്പോ രാമായണം മുഴുവൻ വായിച്ചു കഴിഞ്ഞിട്ട് രാമൻ സീതയുടെ ആരെന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ സെഷന്റെ പരാജയമാണോ എന്ന് പറയാൻ എനിക്ക് ചിന്തിക്കേണ്ടി വന്നു. എന്താന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം ഞാനൊരു 5 മിനിറ്റോളം ജെൻസി എന്താണെന്നാണ് വ്യക്തമാക്കിയത്. അപ്പോൾ സമയം ലാഗ് ചെയ്യുന്നത് കൊണ്ടും നമ്മുടെ ഫേസ്ബുക്കിൽ കൂടെ ഇത് ലൈവ് വളരെ വ്യക്തമായി പോകുന്നത് കൊണ്ടും പറയണ്ട എന്ന് ഓഡിയൻസ് പലരും പറയുന്നതുകൊണ്ടും ഞാൻ കൂടുതലായിട്ട് പറയുന്നത് ഒരു കാറ്റഗറിയാണ്. 97 മുതൽ 2012 വരെ ഉള്ള കുട്ടികളുടെ കാറ്റഗറിനെയാണ് ജെൻസി എന്ന് പറയുന്നത്. കൂടുതൽ നമ്മളൊന്ന് ചിന്തിക്കണം.
ഇനി ഒരു ചോദ്യം കൂടി അവസാനിക്കുകയാണ്. 11:54 ഒരു ചോദ്യം എനിക്കുള്ളത്, നമ്മൾ ജെൻസിയിലെ ഒരുപാട് എഴുത്തുകാരുണ്ട്. അതിലിപ്പോൾ രാം കെയർ ഓഫ് ആനന്ദ് എഴുതി നിംന വിജയുടെ ബുക്കുണ്ടായിരുന്നു. ഇതൊക്കെ ബെസ്റ്റ് സെല്ലിംഗ് ബുക്കായിട്ട് അത്ര പബ്ലിഷ് ആവുന്നുണ്ട്. എന്നാൽ ഒരുപാട് നല്ല എഴുത്തുകാരൊക്കെ അത്ര ആവുന്നില്ല. അപ്പം അത് എനിക്ക് കാണാൻ പറ്റിയത് കൊറോണ കാലത്ത് ആ സ്ഥലത്ത് പോയി നിന്ന് അതിന് റീല് കൊടുത്തതാണ്. അപ്പം ജെൻസി എന്ന് പറയുന്ന ആ പിള്ളേർക്ക് അവർക്ക് നല്ല സോഷ്യൽ മീഡിയയിലുള്ള പങ്ക്, അവർക്ക് കൂടുതൽ ടെക്നോളജിയെക്കുറിച്ചുള്ള അറിവ്, ഇതെല്ലാം കൊണ്ടാണ് അത് അത്രയും പബ്ലിഷ് ചെയ്യുന്നതെന്ന് തോന്നിപ്പോയി. ആ ബുക്ക് ഞാൻ വായിച്ചുകൊണ്ടാണ്, നിംന വിജയുടെ ബുക്കും രാം കെയർ ഓഫ് ആനന്ദിയുടെ ബുക്കും ഒക്കെ വായിച്ചുകൊണ്ടാണ് എനിക്ക് ആ ഒരു അഭിപ്രായം തോന്നി. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ആര് പറഞ്ഞാലും കുഴപ്പമില്ല. ഒറ്റ വാചകത്തിൽ ഉത്തരം പറയാം. നമ്മളെക്കാളും നമ്മളുടെ ഭാവുകത്വം അവരുടെ ഭാവുകത്വത്തിനൊപ്പം എത്തുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്കത് സ്വീകരിക്കാൻ പറ്റാത്തതും ഇന്നത്തെ വലിയ തലമുറയ്ക്ക് അത് സ്വീകരിക്കാൻ പറ്റുന്നതും പുസ്തകങ്ങൾ ബെസ്റ്റ് സെല്ലേഴ്സായി മാറുന്നതും. ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. എനിക്ക് പറയാനുള്ളത്, കൂട്ടിച്ചേർക്കാനുള്ളത്, എൻ്റെ അനുഭവത്തിൽ നിന്നും പറയാനുള്ളത്, നമുക്ക് എന്താവണമെന്ന് വളരെ വ്യക്തമായ ധാരണയുണ്ട്. പക്ഷെ ജെൻസി കുഞ്ഞുങ്ങൾക്ക് എന്താവരുത് എന്നുള്ളതിൽ വ്യക്തമായ ധാരണയുണ്ട്. എന്താവരുത് എന്നറിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവണം എന്നുള്ളത് അവിടെ മനസ്സിലാവും. പക്ഷെ എന്താവാം എന്നറിയുന്ന നമുക്ക് എന്താവരുത് എന്ന് പലപ്പോഴും അറിയാൻ കഴിയുന്നില്ല. ഈ തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. എന്നാൽ മാത്രമേ ജെൻസി കുട്ടികളുമായിട്ട് നമുക്ക് സംവദിക്കാൻ കഴിയൂ. എല്ലാവർക്കും ആശംസകൾ. ഞങ്ങളെ കേട്ടിരുന്നതിന് വളരെ നന്ദി. അടുത്തായിട്ട് ഈ സെക്ഷനിലെ പാനലിസ്റ്റുകൾ ഒരു ആദരവാണ്. അപ്പോൾ ആദരവ് സമർപ്പിക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട എടപ്പാൾ സുബ്രഹ്മണ്യ മാഷ്, സിൽവി ടീച്ചർ, റോസി ടീച്ചർ ദയവായി സ്റ്റേജിലേക്ക് വരണം. അപ്പോൾ എടപ്പാൾ സുബ്രഹ്മണ്യ മാഷ് നമ്മുടെ ശ്രീജ ടീച്ചറെയും സുഭാഷ് പോണോളി മാഷുമാണ് ആദരിക്കുന്നത്. ശ്രീജ ടീച്ചറെ ആദരിക്കാൻ വേണ്ടി എടപ്പാൾ സുബ്രഹ്മണ്യ മാഷിനെ ക്ഷണിക്കുന്നു. എടപ്പാൾ സുബ്രഹ്മണ്യ മാഷ് ശ്രീജ ടീച്ചറെ ആദരിക്കുന്നു. അടുത്തതായി എടപ്പാൾ സുബ്രഹ്മണ്യ മാഷ് നമ്മുടെ സുഭാഷ് പോണോളി മാഷെ ആദരിക്കുകയാണ്. അടുത്ത് റോസി ടീച്ചർ പ്രസാദ് കുറ്റിക്കോറിന് ആദരവ് സമർപ്പിക്കുന്നു. അടുത്തതായി സിൽവി ടീച്ചർ അപർണ അനീഷിനെ ആദരവ് സമർപ്പിക്കുന്നു. ഒപ്പം സിൽവി ടീച്ചറെ റാരിമ ബിജുവിനെ ആദരവ് നൽകുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി. നമ്മുടെ ഇപ്പോൾ ഈ സെക്ഷൻ അവസാനിച്ചിരിക്കുകയാണ്.